കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു മറുപടി മാത്രം: ഡിഫൻസ്. ലെസ്കോവിച്ച് പരിക്കേറ്റ് പോയപ്പോൾ ഫോർമിപ്പാവിനാകട്ടെ ഫോമിൽ സ്ഥിരതയുമില്ല. അവസാനം ടീമിനുറപ്പുള്ള സെന്റർ ബാക്ക് കിട്ടാതെയായി. അതെ, അവസാനം ആരാധകർക്ക് ഒരു സംശയം: ഇനി പിന്നിൽ ആരാണ് മതിൽ പണിയുക? പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും കോച്ചും ഏറ്റവും വലിയ നീക്കം സ്പെയിനിൽ നിന്നുമുള്ള അനുഭവ സമ്പന്നനായ സെന്റർ ബാക്ക് ജുവാൻ റോഡ്രിഗസ് മാർട്ടീനസ്. നീ ഒരു യഥാർത്ഥ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണെങ്കിൽ ഈ ഒരു താരത്തെക്കുറിച്ചും നീ അറിയേണ്ടതുണ്ട്. ജുവാൻ എന്ന് പേര് കേട്ടാൽ തന്നെ സ്പാനിഷ് ഡിഫൻസിന്റെ ഗുണങ്ങൾ മനസ്സിലാവും. തികഞ്ഞ പൊസിഷൻ സെൻസ്, വായുവിൽ ഉറച്ച ഹെഡറുകൾ, പന്ത് കാൽ കീഴിലുണ്ടെങ്കിൽ പാനിക്കാവാത്ത ശാന്ത സ്വഭാവം, ഇതാണ് അവനെ വ്യത്യസ്തമാക്കുന്ന സ്റ്റൈൽ. CD ലുഗോ, മലഗബി ക്ലബ്ബുകളിലൂടെ കടന്നുപോയ അനുഭവം ഇപ്പോൾ കൊച്ചിയുടെ മഞ്ഞപ്പടക്ക് തന്നെയാണ് ഇത് നൽകുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്ക് ലൈൻ ഉറച്ചതാകാൻ ഇവൻ മതിയാകുമോ? പക്ഷെ ഇവന്റെ ലീഡർഷിപ്പ് ഹോർമിപ്പാം, ബിക്കാം പോലെയുള്ള യുവതാരങ്ങൾക്ക് വലിയ സ്കോൾ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശരാശരി 1.6 ഗോൾ വീതം വഴങ്ങി. എന്നാൽ അത് ഇനിയുണ്ടാകില്ല. അതിന്റെ ഉത്തരമാണ് ജുവാൻ റോഡ്രിഗസ്. കഴിഞ്ഞ വർഷം ഡിമിയുടെയും ലൂണയുടെയും ഗോളുകൾ നമ്മളെ ആവേശിപ്പിച്ചിരുന്നു. പക്ഷെ ഈ സീസണിൽ ജുവാന്റെ ബ്ലോക്കുകളും ടാക്കിളുകളും തന്നെയാണ് കൈയടുപ്പിക്കുന്നത്. വലിയ ടീമുകൾക്ക് എതിരായ മത്സരങ്ങളിൽ അവൻ ഉണ്ടെങ്കിൽ ആരാധകർക്ക് ആത്മവിശ്വാസം ഇരട്ടിയാകും. കാരണം ജുവാൻ ഒരിക്കൽ ബാക്ക് ലൈനിൽ ഉറച്ചാൽ പന്ത് ഗോൾ പോസ്റ്റിനെ അടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സ്പെയിനിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ഈ മതിൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലിയ വിജയം കാത്തിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മത്സരങ്ങൾ.